ഇന്ന് ജസീലിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണുള്ളത്. അതായത് അതെ. മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് എനിക്ക് കുറെ അറിയണം. പിന്നെ ആ. അത് ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഈ അടുത്തിടക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാര് അതിന്റെ പുറകെ ഓടി നടന്ന് കുറെ ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കുറെ ചെറിയ ചെറിയ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഉം. അതിന്റെ പുറകെ പോയിട്ടും കുറെ ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് അതെ. ആർക്കെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോകുമോ? എന്താണ് ജെർസിയിലെ സത്യാവസ്ഥ ഒന്ന് പറയാമോ? എന്റെ ഒരു 2.5 വർഷത്തെ ടെക്നോളജി ലോകത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. ആ അപ്പൊ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഒരുപാട് യൂട്യൂബേഴ്സ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉം, നമുക്കറിയാം കേരളത്തിലെ നമ്പർ 1 യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് പറയാറുണ്ട്. ആ അപ്പൊ ഞാൻ അത്തരത്തിലുള്ള ചാനൽ ഉടമയുടെ പേരൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം നമ്മളും ഒരു കണ്ടന്റ് ക്രിയേറ്റർ. അതെ. അപ്പം അയ്യോ. ഇവർക്കും സിമ്പിൾ ആയിട്ട് പണം കിട്ടും. ആ അതായത് ജോസേട്ടൻ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ജോസേട്ടനും എനിക്കും പണം സിമ്പിൾ ആയിട്ട് കിട്ടും. ഉം, ഉം, പക്ഷെ എന്റെ വീഡിയോ കാണുന്ന ഒരു വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായി പണം ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ഈസിയായ ഒരു കാര്യമല്ല. ഉം, ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്നും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി നൽകുന്നുമില്ല. ഉം, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കമ്പനി നമുക്ക് അനുമതി നൽകുന്നു. ഉം, ഉം. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ 85% ഫേക്ക് ആണെന്ന് നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. ആഹാ. ഇനി അടുത്ത പൈസ ക്വസ്റ്റ്യൻസ് പൈസ നഷ്ടപ്പെട്ടു പോകും അല്ലെ നമ്മുടെ? പൈസ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ജെർസിയിലെ പൈസ ശരിയായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉള്ളതായിട്ട് അറിയാമോ? നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള 1-2 വെബ്സൈറ്റ് എനിക്കറിയാം. അപ്വർക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷനും ഉണ്ട്. ആഹാ. അവര് പ്രൊവൈഡ് ചെയ്യുന്ന അവരൊരു വിദേശ കമ്പനിയാണ്. ആ അതിൻ്റെ അകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്കിൽ അറിഞ്ഞിരിക്കണം. ആഹാ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് മേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ എഡിറ്റിങ്ങോ, ആ അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഉം, അപ്പൊ ആ കമ്പനിയുമായി നമുക്ക് നമ്മുടെ വർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ നമുക്ക് വർക്ക് തരും. ആ അതിൻ്റെ അകത്തൊക്കെ ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ മെമ്പേഴ്സിന് പെട്ടെന്ന് ഒരു വർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഓ, അപ്പൊ നമ്മള് ഈ വർക്ക് ചെയ്ത് ഫീൽഡിൽ തെളിഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ? ഫീൽഡിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും. എന്തെല്ലാം വർക്കുകളൊക്കെ നമുക്ക് അവിടെ ഈ കമ്പനിയിൽ ചെയ്യാൻ പറ്റും? ഈ അപ്വർക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഈ കമ്പനിയിൽ എന്തെല്ലാം വർക്കുകൾ ചെയ്യാൻ പറ്റും? ടെക്നോളജി മാത്രമേ പറ്റുള്ളൂ? ടെക്നോളജി മാത്രമല്ല, ആ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാം. ആ നമുക്ക് ഫുഡിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് അതിൻ്റെ അകത്ത് എഴുതി കൊടുക്കാം. ആ അപ്പൊ നമ്മുടെ കണ്ടന്റ് മറ്റുള്ളവർ പർച്ചേസ് ചെയ്യും. ആഹാ. ഈ കമ്പനിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ പർച്ചേസ് ചെയ്യും. ഓക്കെ. ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ആ ഞാനൊരു ഹോട്ടൽ ഉടമയാണ്. ഉം, ഞാൻ ഡെയിലി എൻ്റെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. ഉം. ഞാൻ ഈ അപ്വർക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ജോസ്മാൻ ചേട്ടൻ ഒരു ഹോട്ടൽ ഉടമയാണ്, പക്ഷെ ജോസ്മാൻ ചേട്ടൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഇല്ല. ആഹാ. അപ്പൊ ജോസ്മാൻ ചേട്ടൻ പറയാണ് ഒരു 400 രൂപ അല്ലെങ്കിൽ 500 രൂപ, അവർ ഡോളർ കണക്കിനാണ് അവർ മേടിക്കുക. ആ പിന്നെ ആ ഫോട്ടോ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഉപയോഗിക്കാനുള്ള അധികാരം ഇല്ല. ആഹാ. അത്തരത്തിലാണ് ഇത്തരത്തിൽ അപ്വർക്കുള്ള സൈറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ലെസൺസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് നമുക്ക് പൈസ വല്ലതും തരുമോ? നിങ്ങൾക്ക് വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യുക, കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ അതിൻ്റെ അകത്ത് വർക്ക് വളരെ കുറവാണ്. ആഹാ. ഇപ്പൊ എന്റെ പോലുള്ള വർക്കുകളാണെങ്കിൽ വളരെ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഫോട്ടോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകൾ ഞാൻ ശ്രമിച്ചപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പൊ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഈ കമ്പനിക്കാർ എടുക്കുള്ളൂ, ഈ അപ്വർക്ക് എന്നുള്ള കമ്പനിക്കാര്? അല്ലല്ല, അത് അതിൻ്റെ അകത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളും അത്തരത്തിലുള്ള ആളുകളാണ്. ആഹാ. പിന്നെ ജോസ്മോൻ സാറിനെ പോലുള്ള ടീച്ചേഴ്സിനെ എടുക്കുന്ന ആളുകൾ വേറെയുമുണ്ട്. അതേതാ? അത് നമ്മുടെ ഫസലിക്ക മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത് ഓർക്കുന്നുണ്ടോ?
എനിക്കറിയാം അക്കാഡമി. അതുപോലുള്ള കമ്പനികളൊക്കെ നമ്മളെ വർക്കിന് എടുക്കും, നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ. ആ ആ ആ ഓക്കെ, അങ്ങനെ അത് പിന്നെ എനിക്ക് അപ്പൊ എന്റെ ഓഡിയൻസിനോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യണം മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100ഓളം ആപ്ലിക്കേഷൻ നമുക്ക് പുതിയതായിട്ടുള്ള കിട്ടും. അതിൻ്റെ അതൊക്കെ അവര് പറയുന്നുണ്ട് നമുക്ക് 500 കിട്ടി, 100 കിട്ടി, 200 കിട്ടി എന്ന് പറഞ്ഞാൽ അവര് സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് അവരുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് അയാൾക്ക് പൈസ കിട്ടും. ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ് ഇതിനെ പറയാം. അപ്പൊ ഇത്തരത്തിൽ വളരെ സിമ്പിളായി പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരും തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. അഫിലിയേറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാർ ഓടി നടക്കുന്നുണ്ട്, പണം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഓടി നടക്കുന്നത്. പക്ഷെ അങ്ങനെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരെ ആരെയും ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല ഇതേവരെ. അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ അകത്ത് 100-ൽ വെറും ഒരു 2% ആള് മാത്രമേ ഈ ഒരു മേഖലയിൽ രക്ഷപ്പെടുന്നു. അതാണ് ഒരു പ്രത്യേകത. പലർക്കും അറിയില്ല ഈ കാര്യം. ജസീൽ പറഞ്ഞ പോലെ 100-ൽ 2 പേർക്കേ ഗുണം കിട്ടുള്ളൂ, ബാക്കി 98 ആൾക്കാരുടെയും പണം നഷ്ടപ്പെടുകയുള്ളൂ. അതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലൊക്കെ ആദ്യം വരുന്നവൻ രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി എന്താണ് മറ്റുള്ള ക്വസ്റ്റ്യൻസ്? അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, ഒരുപാട് ചെറുപ്പക്കാര് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അന്വേഷിച്ചിട്ട് പണം ഉണ്ടാക്കാൻ ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാനുണ്ട്, പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ റിസ്ക് കൂടുതലാണ്. റിസ്ക് മാത്രമല്ല, ഒരുപാട് മണിക്കൂർ നമ്മൾ പണിയെടുക്കണം. അങ്ങനെ എളുപ്പത്തിലൊന്നും പൈസ കിട്ടൊന്നുമില്ല. ജോസാൻ തന്നെ അറിയാം, ഞാനൊരു അഡ്വർടൈസ്മെന്റ് മേക്കറാണ്. എനിക്കൊരു 500 രൂപ കിട്ടണമെങ്കിൽ ഒരു 1, 2, 3 മണിക്കൂർ ഞാൻ പണിയെടുത്ത് അഡ്വർടൈസ്മെന്റ് മേക്ക് ചെയ്ത് കൊടുത്താലേ എനിക്ക് കമ്പനി പൈസ തരും. ഇതൊന്നും നമുക്ക് സ്ഥിരം വർക്ക് ഉള്ളതുമല്ല. ചുരുക്കി പറഞ്ഞാൽ പണം ഉണ്ടാക്കൽ അത്ര എളുപ്പമുള്ള ഒരു ബിസിനസ് അല്ല, അല്ലെ? പണം ഉണ്ടാക്കൽ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. ഇതാണ് സത്യം. ഇപ്പൊ ജസീൽ പറഞ്ഞതാണ് സത്യാവസ്ഥ. കഷ്ടപ്പെട്ടാലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ. പിന്നെ നമ്മളൊക്കെ കാണുമ്പോൾ ചില ആളുകളുടെ ഒരു ധാരണ ഉണ്ട്, ഓൺലൈൻ വഴി പണം ഉണ്ടാക്കുന്ന ഇവൻ വളരെ പെട്ടെന്ന് കൂടുതൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ട്. നമ്മൾ പക്ഷേ ഈ നോർമൽ പണിയെടുക്കുന്നവനേക്കാളും ബുദ്ധിമുട്ടിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മളെ കാണുമ്പോൾ പല ആളുകളുടെയും ഒരു ചിന്താഗതിയാണ് 1000 വ്യൂസിന് $1 കിട്ടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇടുന്ന വീഡിയോന് ഒരു 1,00,000 വ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു 7,000 രൂപ കിട്ടുമെന്നുള്ളതാണ് ധാരണ. അതൊന്നും കിട്ടുമൊന്നുമില്ല. ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര $1 കിട്ടുന്നുണ്ട്, ഈ വീഡിയോന് എത്ര കഷ്ടപ്പാട് അതിന്റെ ബേക്കിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ജസീലെ മറ്റൊരു ചോദ്യം, ഇപ്പോ കുറെ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലെ അതിൽ പോയി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാണ്ട് പോയിട്ട് കാര്യമില്ല. നമുക്കറിയില്ല ഓരോ ക്രിപ്റ്റോന് എത്രയാണ് പൈസ, ഈ ക്രിപ്റ്റോ നാളെ ഉണ്ടാവുമോ മറ്റന്നാൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതിന്റെ അകത്ത് നേരത്തെ അത്ര എളുപ്പം പഠിച്ചെടുക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ ക്രിപ്റ്റോ കറൻസിയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും മറ്റേ ഇത് ചെയ്യുന്നുണ്ട്, നമ്മളെ മറ്റേ ഷെയർ മാർക്കറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാലും, അതായത് നല്ല ഇന്റർനാഷണൽ ബ്രാൻഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാലേ, ഷെയർ കിട്ടിയാലേ നമുക്ക് വരുമാനം ലഭിക്കും. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആയാലും മേഖല ഓഫ്ലൈൻ ആയാലും മേഖല കഷ്ടപ്പെടാണ്ട് $1 കിട്ടും. ഇതാണ് സത്യാവസ്ഥ. ജസീൽ 2 പ്രാവശ്യം പറഞ്ഞു കഷ്ടപ്പെടാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് തന്നെ ഞാൻ ഇംഗ്ലീഷില് ഒരു പഴഞ്ചൊല്ലുണ്ട്, there is no easy money എന്നാണ് അവർ പറയുന്നത്.
there is no easy money. ഈസി മണി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കല്. അത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. എല്ലാത്തിനും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബ്രാഞ്ചാണ് ലുലു മാൾ. നമ്മുടെ MA യൂസഫ് അലിന്റെ സ്ഥാപനമായ ലുലു മാൾ. അദ്ദേഹം ഇത്രയും ഏകദേശം 65,000 അങ്ങനെ സ്റ്റാഫ് അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, അതുകൊണ്ട് ആ കണക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ MA യൂസഫ് അലി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ വർക്ക് അദ്ദേഹത്തിനുണ്ട്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ നിന്നും പണം 1 രൂപ കിട്ടും. അത് പറ്റില്ല. അദ്ദേഹം എത്ര വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും പുള്ളി ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കുകയാണെന്ന്. നമ്മളിപ്പോ ഏതൊരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കഷ്ടപ്പാട് നമ്മൾ അറിയുള്ളൂ. അതെ. നമ്മളിപ്പം ജോസ് മോഹൻ ചാണ്ടിന്റെ ഇംഗ്ലീഷ് ചാനൽ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. ഇദ്ദേഹത്തിന് എന്താ ഡെയിലി വന്ന് ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ഇട്ടാ പോലെ നീന്തി. പക്ഷെ അതിന് പുറമേയുള്ള ഹാർഡ് വർക്ക് അത് പലർക്കും അറിയില്ല. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എത്ര മണിക്കൂറാണ് എടുക്കണത് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ഇതൊന്നും വെറുതെ കിട്ടൂല. യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന ഓരോ കണ്ടന്റും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ജസീലെ, നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്താലോ, വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാൻ നാളെ നമുക്ക് ഇതിന് നല്ലൊരു വിഷയമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ജസീൽ ബൈ.